അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അടുത്ത പാഠം ടീം കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. ഓർഗനൈസേഷനിൽ നടക്കുന്ന ടീം കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും ടീം കമ്മ്യൂണിക്കേഷനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുമ്പോൾ ആ ടീം നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അത് വീക്കാവുമ്പോൾ അവരുടെയുള്ള ടാലൻറ്റുകൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ 5 ഭാഗങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒന്ന് സെൻറ്റർ എന്ന് വെച്ചാൽ ഒരു ഐഡിയ ആദ്യമായിട്ട് പറയുന്ന ആൾ, അദ്ദേഹത്തെയാണ് സെൻറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അദ്ദേഹം കൈമാറിയിട്ടുള്ള മെസ്സേജിനാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം എങ്ങനെയാണത് കൈമാറിയിട്ടുള്ളത്, ഏത് മാർഗം മുഖേനയാണ് കൈമാറിയിട്ടുള്ളത്, അതിന് നമ്മൾ ചാനൽ എന്ന് വിളിക്കും. ഇമെയിലുകൾ പോലെയുള്ളതൊക്കെ ചാനലിലാണ് വരിക. ഇനി അതിന് ആരാണ് റിസീവ് ചെയ്തത് ആരാണ്, അദ്ദേഹത്തെ റിസീവർ എന്ന് പറയും. അതുപോലെ അതിൽ മനസ്സിലാക്കപ്പെട്ടൊരു കാര്യം, ആ മെസ്സേജിലൂടെ മനസ്സിലാക്കപ്പെട്ടത് എന്താണ്, അതിനെ നമ്മൾ ഫീഡ്ബാക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു മെസ്സേജ് ഒരാൾ പറയുമ്പോൾ അതിനെ റിസീവർ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കുന്നത്, അതിനെ എങ്ങനെയാണോ മുഖവിലെടുക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുക എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഈ ടീം കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ടൈപ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ഫോമൽ ടൈപ്പുകളാണ്, എന്ന് വെച്ചാൽ സാധാരണ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഇമെയിൽ റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. 2 ഇൻഫോമൽ ആയിരിക്കും, അതിൽ കാഷ്വൽ ടോക്സുകളായിരിക്കും അധികം ഉണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാറ്റ്സുകൾ, അന്ന് അൺഒഫീഷ്യലായിട്ടുള്ള ചാറ്റ്സുകളായിരിക്കും അതൊക്കെ. 3ാമത്തെ വെർബലായിരിക്കും, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക, വാക്കുകൊണ്ട് നമ്മൾ പറയാം. അതിന് നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ അത് മനസ്സിലാവും. 4ാമത്താണ് നൺ വെർബൽ, എന്ന് വെച്ചാൽ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലൂടെ സംസാരിക്കുക. അതാണ് നൺ വെർബൽ എന്ന് പറഞ്ഞാൽ. വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ സംസാരിക്കുക എന്നാണ്. അപ്പോൾ ഒരാൾ മൂകമായിട്ട് ഒരു ഡിസിഷൻ പറഞ്ഞപ്പോൾ മൂകമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, മാനേജർ മൂകമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെയായിരിക്കും. അതൊക്കെയാണ് ഈ നൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ സിൻക്രോണസ് എന്നതാണ്, എന്ന് വെച്ചാൽ റിയൽ ടൈമിലുള്ള സംസാരങ്ങൾ. ഏറ്റവും അവസാനത്താണ് അസിൻക്രോണസ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ അത് നമ്മൾ ഇമെയിൽ അതുപോലെ മെസ്സേജുകളിലൂടെ നമ്മൾ കൈമാറുന്ന കമ്മ്യൂണിക്കേഷനുകളാണ് അതൊക്കെ. അപ്പോൾ നമ്മളിതിൽ പറയാനുള്ളത് വെച്ചാൽ റിയൽ ടൈം കമ്മ്യൂണിക്കേഷനാണ് ഏത് പ്രശ്നത്തെയും പരിഹരിക്കുക. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കാലത്ത് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക എന്നുള്ളത് അത് സിമ്പിൾ അപ്ഡേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ബാരിയേഴ്സാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നമുക്ക് പൂർ ഇൻ്റർനെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഇൻ്റർനെറ്റിലൂടെ ആകുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും, അതുപോലെ നോയ്സുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. 2ാമത്തെ സൈക്കോളജിക്കലാണ്, എന്ന് വെച്ചാൽ നമുക്ക് പേടികൾ, സ്റ്റേജ് ഫിയർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. 3ാമത് സെമാൻറ്റിക്കാണ്, എന്ന് വെച്ചാൽ ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അൺക്ലിയർ വേർഡ്സ് ഉണ്ടാകുന്നൊരവസ്ഥ. 4ാമത്തെ കൾച്ചറിലാണ്, എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസുകൾ കൾച്ചറിനനുസരിച്ചിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കേഷന് വേറെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾ എപ്പോഴും സംസാരിക്കാൻ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു സ്കില്ല് എന്ന് വെച്ചാൽ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരുടെ. അപ്പോൾ ഒരു പക്ഷേ ഇത് ഐഡിയാസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്താ പറയുക, ഈ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അവർ പേടി ആ സത്യത്തിൽ വളർത്തുന്നത് ഐഡിയാസ് കില്ലറെയാണ് വളർത്തുന്നത്. ഇനി വിർച്വൽ ടീം കമ്മ്യൂണിക്കേഷൻ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് പറയുന്നത്. അതിലൂടെ ലെസ് ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, അതുപോലെ ഡിലേഡ് റെസ്പോൺസുകൾ അതിലുണ്ടാവും, അതുപോലെ ടെക്നോളജി ഫാറ്റീഗ് സ്വാഭാവികമാണ്. 4ാമത്തെ മെസ്സേജുകൾ കൈമാറുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു പക്ഷെ വന്നേക്കാം. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ കളവ് പറയുക, ഓൺലൈൻ ആയതുകൊണ്ട് കളവ് നടക്കാം, അല്ലെങ്കിൽ യഥാർത്ഥമായ കാര്യങ്ങൾ ഇൻഫോർമേഷനുകൾ ഒരു പക്ഷേ ഹൈഡ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇതൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത് വിർച്വൽ ടീം കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി പ്രോബ്ലമാറ്റിക്കാണ് മനസ്സിലാക്കുക. പക്ഷേ ഇതിനൊക്കെ കുറച്ച് സൊല്യൂഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാണ് വീഡിയോ ചാറ്റുകളിലൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ആൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെസ്പോൺസ് ചെയ്യാനുള്ള ടൈം സെറ്റ് ചെയ്യാം.
മൂന്നാമത്തത് ആളുകൾക്കൊക്കെ കാണുന്ന രൂപത്തിൽ ഷെയ്ഡ് ടൂൾസിലൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്. പിന്നെയാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആളുകൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൾച്ചറുകൾ അതിനെ എങ്ങനെ ആളുകളുടെ കമ്മ്യൂണിക്കേഷനെ കൾച്ചർ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വരിക. അപ്പോൾ അത് പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങളാണ് വരുന്നത്. ഹൈ കോണ്ടസ്റ്റ് കൾച്ചേഴ്സ് എന്ന് വെച്ചാൽ അതിൽ അർത്ഥങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും കൈമാറപ്പെടുക. എന്നാൽ ലോ കോണ്ടസ്റ്റ് കൾച്ചേഴ്സിൽ അത് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി എങ്ങനെ നമുക്ക് ടീം കമ്മ്യൂണിക്കേഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്, അതിന് ഒന്നാമത്തെ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ആക്റ്റീവ് ലിസണിങ്. എല്ലാവരും ഇന്ന് ലിസണിങ്ങിനെ ഒരു ഗുഡ് ലിസണറെ തേടുന്ന കാലമാണ്. ഇന്ന് ഒരു ആക്റ്റീവ് ലിസണിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ടീം കമ്മ്യൂണിക്കേഷൻ വളർത്താൻ വേണ്ടി സാധിക്കും. രണ്ടാമത് ഫീഡ്ബാക്ക് ഇടയ്ക്കിടയ്ക്ക് തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നന്നായിട്ട് ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത് സൈക്കോളജിക്കൽ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആളുകളൊക്കെ ഹോണസ്റ്റ്ലി തന്നെ സ്പീക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, ടീം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ടോക്കിംഗ് അല്ല, മറിച്ച് ആളുകളുടെ ട്രസ്റ്റും അലൈൻമെൻറ്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ് നമുക്കതിനെ മനസ്സിലാവുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.